അച്ഛൻ അവരിനി എങ്ങോട്ട് പോയിട്ടുണ്ടാവുക? മനുവിൻ്റെ കൂടെ ആണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ആയിരിക്കും. ഒരു പിടിക്കും വിടുന്നല്ലോ എന്റെ റിച്ചുമോള്. ബ്രോ, കരയാതിരിക്കുക, നമുക്ക് അന്വേഷിക്കാം. എന്തായാലും മനു എവിടെയെന്ന് നമുക്ക് അറിയാലോ. നമുക്ക് അവിടേക്ക് പോവാനേ. അല്ല, ഇത് മനുവല്ലേ? എവിടെ? അതവൻ തന്നെയാണല്ലോ. മനുവോ? ആരാ വിളിക്കുന്നത്? നീയോ? മനു, നീ തിരിച്ചു പോയില്ലേ? നിന്റെ കൂടെ അല്ലേ ഡയാനി റിച്ചുമോളും വരുന്നെന്ന് പറഞ്ഞത്? അവരെവിടെയാ? അവര് നിന്റെ കൂടെ കാണുന്നില്ലല്ലോ. അവര് മുന്നേ പോയോ? ഇവിടെ എന്ത് പറയാത്തൊന്നു? നീ എന്നൊന്ന് പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ശ്വാസം വിടാതെ നീയല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത്? എടാ ജിസൻ, ഡയാനിക്ക് ചെറുതായിട്ടൊരു വയ്യായിക്ക് വന്ന ഹോസ്പിറ്റലാ. ഹോസ്പിറ്റലോ? എന്ത് ഹോസ്പിറ്റല്? അല്ല, ഏത് ഹോസ്പിറ്റല്? എന്തുണ്ടായി അവൾക്ക്? നീ സമാധാനപ്പെട്. അത്ര വലിയ വയ്യായികൊന്നുമില്ല. ചെറുതായി തല ചുറ്റി വീണു. അവള് കണ്ണു നോക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എന്നിട്ട് ഇപ്പൊ എന്തായി? കുഴപ്പമൊന്നുമില്ലല്ലോ അവൾക്ക്? നമുക്ക് പോവാം. അതെന്താ പെട്ടെന്നൊരു തല ചുറ്റുണ്ടായി? എനിക്ക് കുഴപ്പമൊന്നുമില്ലോടാ. നീ വിളിച്ചു ചോദിച്ചില്ലേ? ഇവിടെ പിള്ളേർ ഇവിടെ നിന്ന് അവൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ച് ഉത്തരം മേടിക്കാതെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കാം. അവിടെ എന്താ ഉണ്ടായെന്ന് അപ്പം അറിയാലോ. നടക്ക്, വണ്ടി എടുക്കാൻ നോക്ക് വേഗം. നിനക്ക് എന്താ പറ്റിയത്? എഴുന്നേക്ക് ഡയന. ജിസൻ, എഴുന്നേക്കടി. ഞാൻ പറയുന്നല്ലോ കേൾക്കുന്നേ. ഡയന, ഐ എം സോറി. സോറി. എനിക്ക് തെറ്റിപ്പോയി. ഞാൻ അറിയാതെ നിന്നെ അടിച്ചതാ. ആക്ച്വലി ഞാൻ വാക്ക് കൊടുത്തിരുന്നു നിന്നെ ഞാൻ എന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു. പക്ഷെ ഞാൻ തന്നെ അവളെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്ക്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എത്ര കാലമായി നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കണമെന്ന് അറിയോ? നിന്നെ അന്ന് കണ്ടപ്പോൾ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഡയനക്ക് നിന്റെ മനസ്സിൽ നീ ആരാന്നാടാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? വലിയ മാഫിയയുടെ കിങ് കാണിച്ച നിനക്ക് എന്തും കാട്ടിക്കൂട്ടാന്ന് നീ വിചാരിച്ചോ? എന്തിനാടാ എൻ്റെ മാനിങ്ങനെ കപ്പലിലേറ്റുന്നത്? നിന്നോട് ഞാൻ 10 പ്രാവശ്യമില്ല 100 പ്രാവശ്യം പറഞ്ഞിട്ടല്ലേടാ വിട്ടത് എൻ്റെ മാനം കളയരുത് അവിടെ പോയിട്ട്. നല്ല കുട്ടിയായിട്ട് അവിടെ നിൽക്കണമെന്ന്. എന്തുവാടാ നീ ഇപ്പം ചെയ്ത് വെച്ചത്? ഈടാ എന്റെ പൊന്നു സീന, നീ കിടന്ന് തുള്ളുന്ന എന്തിനാ? കാര്യം പറയും. എന്തപ്പോഴും സംഭവിച്ചത്? നീ എന്തിനാ ഇവനെ അടിച്ചത്? ഒന്ന് വ്യക്തമാക്കുന്നുണ്ടോ? ഞാൻ പറയുന്നേക്കാട്ട് നല്ലതേ ഇവൻ പറയുന്നതാ. പറയടാ, നീ അവിടെ പോയിട്ട് എന്താണ് ചെയ്ത് കൂട്ടിയത്? നിന്നെ ഞാനുണ്ടല്ലോ. മമ്മയും അവന് നാണുണ്ട്, അതുകൊണ്ട് അവൻ തുണിയിട്ടോടെ ഇങ്ങനെ നിൽക്കുന്നത്. മമ്മയും ഓവറായിട്ട് ചെയ്ത കാര്യം പറയുന്നുണ്ടോ? കുറെ നേരം മനുഷ്യനെ വട്ടുപിടിപ്പിക്കുന്നു. അവനിട്ട് അടിക്കുകയും ചെയ്തു, കാര്യം പറയുന്നില്ല. മമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ബിന്നി, എന്താ പ്രശ്നം? അത് പിന്നെ ഡയാന അവള് 1 month പ്രഗ്നന്റാ. ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞത്. എല്ലാം ചെയ്ത് വെച്ചിട്ട് നിൽക്കുന്നില്ലേ? ഡാഡടുത്ത് ഞാൻ മിണ്ടത്തന്നില്ല. ഐ ഹേറ്റ് യു ഡാഡ. അവന്റെ ഒരു നാണം കുടികള്. നീ ഈ പോലത്തെ പോക്ക പോകുന്നെങ്കിൽ നിന്നെ ഞാൻ മുന്നേ തന്നെ പള്ളിയിൽ അച്ഛനാക്കി വിട്ടേനെ. എന്താണ് നിന്റെ മനസ്സിലിരിപ്പ്? അവന്റെ കഴുത്തിലൊരു മിന്നു പോലും കെട്ടിയിട്ടില്ല. 10 വയസ്സുള്ളൊരു മോള് നിന്നെ തേടി അച്ഛാന്ന് വിളിച്ച് വന്നിരിക്കും ആദ്യം തന്നെ. ഇപ്പത്തെ രണ്ടാമത് അതുപോലെ തന്നെ. നീ എന്തുദ്ദേശിച്ചോണ്ടാ? അതൊന്നും ഒരു കയ്യബദ്ധം. അത് പറ്റിപ്പോയി. അതൊന്ന് വിട്ടിട്ട് ഇത്ര വലിയ കാര്യമൊക്കെ എടുക്കണ്ടല്ലോ. അവളിപ്പോ നമ്മുടെ കൂടെ തന്നെ ഇല്ലേ? നാണം കേട്ടവൻ. അവന് വർത്താനം കേട്ടില്ലേ? എടാ, നിന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് രണ്ടാമത് നീ അവൾക്ക് കൺട്രോള് തന്നെ. കർത്താവേ, കൺട്രോള് തന്നെ. ഇല്ലെങ്കിൽ നിന്റെ അന്ത്യം ഇന്ന് തന്നെ എൻ്റെ കൈ കൊണ്ടായിരിക്കണം. മോരമോന്തേ. ആൻറ്റി, അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബോധം വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് പോയി കാണാം. എടി മിയോ, അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അവളുടെ ഹെൽത്തിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നീ നോക്കിയില്ലേ? എടി, ഞങ്ങൾ ഹെൽത്ത് ചെക്കപ്പ് മുഴുവൻ കഴിച്ചത്. അവിടെ കുഴപ്പമൊന്നുമില്ല അവൾ. താങ്ക് യു മക്കളെ. നിങ്ങളെന്തായാലും ഇവരെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനും എല്ലാം ചെയ്യാനും പറ്റിയില്ലേ? ചെക്കപ്പ് ചെയ്യാനും ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ എൻ്റെ ആൻറ്റി, ഞങ്ങൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ഞങ്ങളെപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവും. ഇതിനൊക്കെ താങ്ക്സ് എന്തിനാ? അവളിന്ന് രാവിലെ വരേക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. എന്തെങ്കിലും പേടിച്ചു കൊടുക്കട്ടെ? ഇപ്പോൾ എന്താണ്
അവൾക്ക് ഫുഡ് രാവിലെ കൊടുത്തില്ലെന്നോ? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ 2 ദിവസത്തായിട്ട് അവൾക്ക് ക്ഷീണമുണ്ട്, മരയ്ക്ക് ഫുഡ് കൊടുക്കണമെന്ന്. നിങ്ങൾ എന്തിനാണ് ഞാൻ അവിടെ നിർത്തിയിട്ട് പോകുന്നത്? ഇങ്ങനൊരു മണഗുണാഞ്ചനെയാണല്ലോ എനിക്ക് കിട്ടിയതെന്ന് ആലോചിക്കുമ്പോഴാണ് അവൾക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാതെ അതിൻ്റെ കൂടി ക്ഷീണം കൊണ്ട് അവൾ തലപറ്റി വീണത്. നിങ്ങൾ വീട്ടിലേക്ക് വാ. ഡയാന, ഡോ കണ്ണുനോക്ക്. ഡയാന, ഐ എം സോറി ഡയാന. അന്ന് ഞാൻ പെട്ടെന്ന് ദേഷ്യം കൊണ്ട് അടിച്ചതാ. അതും പറഞ്ഞ് നീ എന്നെ ഞെട്ടിച്ച് പോവല്ലേ. നമ്മുടെ കുഞ്ഞിന് വേണ്ടി. എന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന വാക്ക് പറഞ്ഞിട്ട് എന്നോടൊന്നും ചോദിക്കാൻ പറയാതെയല്ലേ എന്നെ അടിച്ചത്? ആരുടെ ഭാഗത്ത് ന്യായം എന്ന് പോലും നോക്കാതെ. ഡയാന, ഞാൻ സോറി പറഞ്ഞില്ല. അതിന് നീ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ. അതും പറഞ്ഞ് നീ എന്നെ ഇട്ടിട്ട് പോകരുത്. നമ്മുടെ റിച്ചുമുള്ള വളർച്ച, അവളുടെ കളിച്ചിരൊന്നും എനിക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല ചെറുപ്പത്തിൽ. ഇപ്പൊ നമുക്കിനി ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞിനെങ്കിലും നീ എന്നെ നിന്ന് അകറ്റരുത്. പ്ലീസ് ഡയാന, പ്ലീസ്. കുഞ്ഞോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രണ്ടാമതൊരു കുഞ്ഞ്? ആ, നിനക്ക് ഇത്ര നേരം ബോധമുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് നീ അറിയാഞ്ഞത്. പിന്നെ നീ 1 month പ്രഗ്നന്റ് ആണ് കേട്ടോ. പ്രഗ്നന്റോ? അതെ. ഇവിടെ എന്താ ഇങ്ങനെ നോക്കുന്നു? എന്ത് പറ്റി ഡയാന? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? വാട്ട് ഹാപ്പൻ? മാഫിയ എന്നുള്ള വില പോലുമില്ലേ? നമ്മുടെ വക ആദ്യത ഈ കാരണത്തൊന്ന് കിട്ടിയുള്ളൂ. ഇപ്പൊ നീ എന്റെ മൂക്ക് ഇടിച്ച് പരത്തി. നിന്റെ പ്രോബ്ലം എന്താ? കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് ബോധം ഉണ്ടായിരുന്നില്ല, ഞാൻ നിന്റെ അടുത്ത് തെറ്റ് ചെയ്തു, ഓക്കെ. പക്ഷെ ഇപ്രാവശ്യം നീ സ്വബോധത്തോടു കൂടി തന്നെയല്ലേ നമ്മൾ 2 പേരും ഉണ്ടായിരുന്നത്. പിന്നെ അതിനെന്താ പ്രശ്നം? സ്വബോധത്തോടെ ആയാലും അല്ലാതെ ആയാലും വി ആർ നോട്ട് മാരീഡ്, ഫൂൾ. ആഹാ, ഇതാണോ കാര്യം? ഇത്രേ ഉള്ളൂ? അതെന്താ, നമുക്ക് ഇപ്പൊ തന്നെ കല്യാണം കഴിക്കാലോ? എന്റെ മോള് നീ ഇനി എങ്ങോട്ട് പോവില്ല, നീ വിടത്തുമില്ല. എന്റെ റിച്ച് മോളെ എനിക്ക് വേണം. അതുപോലെ എന്റെ കുഞ്ഞിനെ നമുക്ക് കല്യാണം കഴിക്കാം. ഇയാളിപ്പന്നെ കല്യാണത്തിന് പ്രപ്പോസ് ചെയ്യുന്നതാണോ? നെക്സ്റ്റ് പ്രപ്പോസല് ഇയാളെ പ്രപ്പോസലിന്റെ മറുപടി ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് മാരി വിത്ത് യു ആൻഡ് പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. എന്റെ മൂക്കടിച്ച് പറത്തിയിട്ട് ഇപ്പോഴത്തെ എന്നെ മാരേജ് ചെയ്യണ്ടെന്നോ? നീ ഡേന നിക്കടേ. നീ എന്നോട് പറഞ്ഞേ നീ ഓർമ്മ മാറിയിടുന്ന. ഇപ്പൊ പിന്നെ നിനക്ക് എന്താ? നീ കണ്ടില്ലേ? നിക്കടേ. ഓ ബ്രോ, എന്താ കളി കേൾക്കുന്നത്? ഓരോരുത്തർ കല്യാണം വലിയ ചടങ്ങും കുട്ടികൾ ഉണ്ടാവാതെ കാത്തിരിക്കുക. ഇവിടെ അതുപോലും വേണ്ട. ഇനി നിന്റെ വായങ്ങാനും തുറന്ന ചവിട്ടിലെന്തിനാ മുക്കിലിട്ട് കൂട്ടും. മിണ്ടാതിരുത്ത അവിടെ. അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവന്റെ ജിഷൻ എന്തെങ്കിലും ഐഡിയ പറഞ്ഞാടാ. അവളെ പറഞ്ഞത് വി ആർ നോട്ട് മാരീഡ് എന്ന്. അപ്പൊ എന്നാ ഞാൻ മാരേജിന് വേണ്ടി പറഞ്ഞപ്പോ അവള് പറയാ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഞാൻ എന്താ ഐഡിയ പറയാനാ ബ്രോ? എന്റെ അടുത്ത് ടിമ്മി പറഞ്ഞത് ഞാൻ നല്ല ദേഷ്യത്തിലാണെന്നാ. അത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു ഐഡിയ ഉള്ളത്, നമ്മുടെ ഒരു തുറപ്പിച്ചിട്ടുണ്ടല്ലോ അവിടെ, നമ്മുടെ നാലാകക്കൊച്ച്. അവളെ കയ്യിലെടുത്ത കാര്യം നടക്കും. ബ്രോ അവളെടുത്തൊന്ന് സംസാരിക്കും. ഫ്രിഡ്ജിന്റെ അടുത്തോ? നന്നോ. എന്നെ കണ്ട തിരിഞ്ഞു പോലും അവള് നോക്കുന്നില്ല ഇപ്പൊ. ലാസ്റ്റ് കണ്ട സമയത്ത് ഐ ഹേറ്റ് യു ഡാഡാന്ന് പറഞ്ഞിട്ട് ഒരു പോക്ക് പോയതാ. ചില നേരത്ത് തോന്നിപ്പോവും എന്റെ സൽപ്പതിയാണെങ്കിലും സ്വഭാവം കൊണ്ട് പകുതി മുക്കാലും ഡയാനയുടെ അവള്. ജിസൻ, ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്, ഉപദേശിക്കൊന്നും കരുതരുത്. എന്നാലും ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് നീ തന്നെ ചിന്തിച്ചു നോക്കണം. നീ ഇപ്പൊ വലുതായി, നിന്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് അവകാശമില്ലെന്നറിയാം. എന്നാലും ഞാൻ പറയാം. എന്റെ കട മോനെ, ആ പെൺകുട്ടി ഡയാന, അവൾ എത്ര അനുഭവിച്ചു കാണുമെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ഇതൊരു തമാശ രീതിയിലിരുന്ന് പറയാം. ഒരു കല്യാണം കഴിയാത്ത പെൺകുട്ടി പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടണം. ആ കുട്ടി റിച്ച് മോളെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എന്തൊക്കെ നേരിട്ടിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിയാ ഡാഡ പറഞ്ഞത്, നമ്മളാരും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഡയാന ഒരുപാട് അനുഭവിച്ചു കാണും. അതേ ബ്രോ, ഇനിയും നമ്മളൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ശരിയാവില്ല. ജിഷൻ,
നിന്റെ മനസ്സിൽ വല്ല വീക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് നീ ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കണം. ഡാഡ പറഞ്ഞതൊരു ഉപദേശമായിട്ടൊന്നും നീ എടുക്കണ്ട. നിന്റെ ഇഷ്ടത്തിന് തന്നെ നീ തീരുമാനങ്ങൾ എടുത്താൽ മതി. എന്നാലും ഡയാന മോളെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്കണം. അവളെക്കുറിച്ച് ചിന്തിക്കാൻ മറ്റാരെല്ലാം നിനക്ക് അറിഞ്ഞൂടെ? അവളെ ഇനിയും വേദനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ കുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എടാ, ഞാനൊരു പെണ്ണാ, എനിക്കറിയാം കല്യാണം കഴിയാത്ത ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നുള്ളത്. ആ കുട്ടി അതൊക്കെ നേരിട്ട് ഒറ്റയ്ക്ക് നിന്നെ മുന്നേറി വന്നതാ. അവളെ വിട്ടുകളയലടാ, നിനക്കൊണ്ടൊരു പെൺകുട്ടി. മമ്മ, അവളെ ആരും വേദനിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവൾക്ക് ആരും ഇല്ലെന്നില്ല, നമ്മളെല്ലാവരും ഉണ്ട്, ഞാനുണ്ട്. 10 വർഷമായി എൻ്റെ മനസ്സിൽ ഞാൻ അവളെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്, കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് അവളെ ഇനി ഞാൻ വിട്ടുകളയാൻ തോന്നുന്നുണ്ടോ മമ്മയ്ക്ക്? മമ്മ പേടിക്കണ്ട, എൻ്റെ പെണ്ണായി അവൾ ഇവിടേക്ക് വലതുകാലം വെച്ച് കയറും. 10 വർഷമോ? എൻ്റെ പൊന്നും ബ്രോ, ഇത് വല്ലാത്തൊരു ചതി. വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന പെണ്ണായിരുന്നു അവള്. എൻ്റെ അടുത്തൊരു വാക്ക് പോലും തുറന്നു പറഞ്ഞിട്ടില്ല. ബ്രോക്ക് എങ്ങനെ തോന്നി എന്നോടത് പറയാതിരിക്കാൻ? ഇറ്റ് ഇസ് ടു മച്ച്. മമ്മയുടെ എല്ലാ ഓവറായിട്ടും നിനക്ക് കിട്ടിയിട്ടുണ്ട്. അച്ചടാ, മൈ ലിറ്റിൽ ജീസൺ. എത്ര കാലങ്ങൾക്ക് ശേഷം ക്രിസ്ത്യൻ ചായ ഇങ്ങനെ ചിരിക്കുന്നതല്ലേ? അതെ അതെ, അവൻ ചെറുപ്പത്തിലാ ഇങ്ങനെ ചിരിക്കുന്ന ഞാനെന്താ കണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ ലിറ്റിൽ ജീസൺ എനിക്ക് തിരിച്ചു കിട്ടിയ പോലെ തന്നെയാ. മാഫിയ കിങ് ആയപ്പോ ഏറ് പിടിച്ച് നടന്നിരുന്ന ചെക്കനാ. പ്രണയം മൊത്തപ്പോ ഏറൊക്കെ പോയി. ബേബി ഡയാന, നിന്റെ മനസ്സിലിപ്പോൾ എന്തുപടി? ഇപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നടന്നത്? ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലല്ലോ. അത് പോട്ടെ നിൽക്കാം. ഇപ്പം മാരേജിൻ്റെ കാര്യം പറയുമ്പോൾ നീ എന്തിനാ ഓടിപ്പോകുന്നത്? നിനക്ക് മാരേജ് ചെയ്യാൻ ഉദ്ദേശം തെറ്റി. നിനക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ വയറ്റിൽ കിടക്കുന്ന ഈ കൊച്ച്. നിന്റെ അടുത്തിപ്പോൾ ഞാൻ പറഞ്ഞോ എനിക്ക് മാരേജ് വേണ്ടെന്നുള്ളത്? പറഞ്ഞോ? ഞാൻ ആരെങ്കിലും അടുത്തും പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ നീ ഇപ്പം എന്തിനാ ഇതും പറഞ്ഞു വരാൻ നിൽക്കുന്നത്? ഒന്നാമത് ഇതിപ്പോൾ എന്തിനാ ഈ വിഷയം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വേറെ പണിയൊന്നുമില്ലേ? മാരേജ് വേണ്ടത് നീ പറഞ്ഞില്ല, പിന്നെ നിന്റെ പ്രശ്നം എന്തുവാടി പെണ്ണേ? നിനക്കറിയണം എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞു തരാടേ. ഫസ്റ്റ് ടൈം ചെയ്തപ്പോഴും ഞാൻ മാരീഡ് അല്ല, സെക്കൻഡ് ടൈമും ഇപ്പം ഞാൻ മാരീഡ് അല്ല. അതന്നെ ഇപ്പം ഞങ്ങളും പറയുന്നത്. എനിക്ക് മാരേജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ എന്നെ മര്യാദയ്ക്കൊന്ന് പ്രപ്പോസ് ചെയ്തെങ്കിൽ എനിക്ക് എന്താ കുഴപ്പം? ഹായ് സ്ട്രോബെറി, നീ ഇതെപ്പോൾ മേടിച്ചു? മമ്മിക്ക് എന്ത് പറ്റി? ടിമ്മി, മമ്മ നേരത്തെ ആംഗ്രി ആയിരുന്നു, പിന്നെ ക്രൈ, പിന്നെ സ്മൈലി. എൻ്റെ മമ്മയ്ക്ക് മെന്റലായി. ഓ, ഇത് നിന്റെ മമ്മയ്ക്ക് മെന്റലായതെന്നല്ല, ഇതാണ് മൂഡ് സീൻസ്. വാട്ട് സീൻസ് അല്ല, മൂഡ് സീൻസ്. അത് ഈ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്നതാ. നിന്റെ അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ കുറേ അനുഭവിച്ചതാ. നിന്റെ സ്വഭാവം കൂടെ എനിക്ക് അപ്പം മനസ്സിലായില്ലായിരുന്നു, പക്ഷെ ഇപ്പം മനസ്സിലായി. ഈ വരാതിരിക്കുന്ന മുതലും നിന്നെ പോലെ തന്നെയായിരിക്കും. Don't angry with me. I will tell you, Mama, your all secrets. Remember that? Oh, my dear, my little cutie pie, my butterfly, my rich baby. നീ എൻ്റെ ജീവനല്ലേ, എൻ്റെ മുത്തല്ലേ, എൻ്റെ കണ്ണല്ലേ, my ചുറ്റ. Stop it, Timmy. എനിക്ക് ഒരു സോപ്പ് മാത്രം മതി കുളിക്കാൻ. ഇപ്പൊ ഒരുപാട് സോപ്പായി. ഇനി പതഞ്ഞാ വെള്ളം ഒഴിച്ചാലും പത പോവത്തില്ല ടിമ്മി. ലിറ്റിൽ ഡെവിൾ, പിന്നെടുത്തോളാടി നിന്നെ ഞാൻ. ഒരെണ്ണത്തിന് തന്നെ എനിക്ക് സഹിക്കാൻ വയ്യ, ഇനി രണ്ടാമതൊന്നും കൂടിയോ? എൻ്റെ കർത്താവേ, ഈ കുഞ്ഞാടിനെ നീ തന്നെ കാൽക്കണമേ. രണ്ടുപേരും കൂടി എങ്ങോട്ടാ പോകുന്നത്? റിച്ചിട്ടിക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നെന്ന്. അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വേഗം വരാം. ശരി ശരി, വേഗം വരണം. ഇവിടൊക്കെ കാണാൻ എന്ത് ഭംഗിയാ. റിച്ചു, ഭാവി, ഡാഡിക്കിപ്പോ എന്തോ വേണം. ജിംബിനെ ഡാഡി കാണിക്കാനാണോ കൊണ്ടുവന്നത്? റിച്ചിട്ട് ഡാഡിക്ക് അറിയാം റിച്ചിട്ട് ഡാഡിയോട് പിണക്കത്തില്ല. പ്രോമിസ് ബ്രേക്ക് ചെയ്തിരുന്നു. ഇനി ഡാഡി ഇത് ആവർത്തിപ്പിച്ചേക്കാം. റിച്ചിട്ട് എന്ത് പണിഷ്മെന്റ് നിന്നാലും ഡാഡി സ്വീകരിക്കാം. പക്ഷെ മമ്മയോട് വെച്ചിട്ട് ഡാഡി ഒന്ന് പിരിഞ്ഞു പോവല്ലേ. റിച്ചിട്ടയുടെ പിണക്കന്മാരോട് മമ്മയുടെ പിണക്കം മാറിയിട്ടുള്ളൂ. ഇപ്പോ നമുക്കൊരു കുഞ്ഞാനും കൂടി വരാൻ പോവല്ലേ. ഒരു പ്രാവശ്യം ഡാഡിയോട് ക്ഷമിക്ക്. ഇനി ഡാഡി അങ്ങനെ ആവർത്തിച്ച റിച്ചിട്ട് പിന്നെ ഡാഡിയോട് മുമ്പ് തന്നെ വേണ്ട. പ്ലീസ് റിച്ചിട്ട്
ഓക്കെ, ഇത് ആദ്യത്തെ തവണയായതുകൊണ്ട് ഡാഡിയോട് റിച്ചിട്ട് ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഡാഡി എന്തെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് മമ്മിയെങ്ങാനും പറഞ്ഞ ഡാഡിയോട് റിച്ചിട്ട് ഒരിക്കലും മിണ്ടത്തില്ല. ഡിമ്മി ഡിമ്മി കേട്ടിട്ടുണ്ടല്ലോ ഡാഡി പറഞ്ഞത്. ആ ഓക്കെ, ഞാനെല്ലാം കേട്ടിട്ടുണ്ട്. പിന്നെ ജിസൻ അവളോട് ഒന്നും കൂടി സംസാരിക്കും നല്ല രീതിയിൽ, അപ്പം എല്ലാം ക്ലിയർ ആയിക്കോളും. അവൾ വിചാരിക്കുന്ന രീതിയിൽ നീ സംസാരിച്ചാൽ അവൾ ഓക്കെ പറയും. ടിമ്പി, ഞാൻ സംസാരിച്ചതാണ് മാരേജിൻ്റെ കാര്യം. അപ്പം അവിടുന്ന് എണീറ്റ് പോവുക ചെയ്ത ഹോസ്പിറ്റലിൽ. ഞാൻ വിളിച്ചിട്ട് പിന്നെ ഫോൺ കൊടുക്കുന്നില്ല, എന്നെ കാണാനും സമ്മതിക്കുന്നില്ല. ജിസൻ അങ്ങനെ സംസാരിച്ച പോരാ, നല്ല രീതിയിൽ അവളുടെ അടുത്ത് സംസാരിക്കേ, അവളെ മനസ്സിലാവുന്ന രീതിയിൽ. അപ്പം ശരിയോ? ടിമ്പി, നീ എന്തായി പറയുന്നത്? ഒന്ന് വൃത്താക്കി പറയേ. ഡാഡാ, മമ്മീനെ പ്രപ്പോസ് ചെയ്യാനാ ടിമ്പി ഇത്ര നേരം പറയുന്നേ. അതെ. ഈ ഡാഡയ്ക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇപ്പഴും ഡാഡ ഒരു കുട്ടിയാ അല്ലേ ടിമ്പി? ഇപ്പം എനിക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം. നിന്റെ മമ്മയെ എൻ്റെ വലയിൽ ഞാൻ വീഴ്ത്തിയിരിക്കും. മോളിൽ നോക്കിക്കോ. ഡാഡ വല വിരിക്കുന്നൊക്കെ കൊള്ളാം. ആ വല പൊട്ടിപ്പോവാതെ നോക്കണം, പിന്നെ എന്തിനും കാര്യം ഉണ്ടാവില്ല. ജിമ്മി, ഓടല്ലേ. എനിക്ക് ഓടാൻ പറ്റണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നിക്കടി അവിടെ. ഡിമ്മി, ഞാൻ ഓടാൻ പോവാ. ദേ എൻ്റെ പിന്നാലെ വെറുതെ ഓടണ്ട. നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട കാര്യം നീ മറക്കണ്ട കേട്ടോ. എന്നെ കിട്ടത്തില്ലെന്ന്. ജിമ്പി നിക്ക്, ഒരു ഫോട്ടോ എടുക്കട്ടെ. ഡയാന, ഹായ്. ഇയാളെന്തെങ്ങനെ ഇരിച്ചു കൊടുക്കുന്നത്? ഇവിടെ എന്താ വല്ല ക്ലോസപ്പിന്റെ പരസ്യം നടക്കുന്നുണ്ടോ? 32 പാലും കാട്ടിക്കൊണ്ട് നിൽക്കാൻ വേണ്ടി. എനിക്ക് ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടൊന്നും നിന്റെ അടുത്തൊന്നും പറയാൻ അറിഞ്ഞൂടാ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നവരെ നിനക്ക് നന്നായിട്ട് അറിയാലോ ഡയാന. പക്ഷെ അതിപ്പം മുതലാണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ മുതൽ അപ്പം എൻ്റെ മനസ്സിൽ കയറിക്കൂടിയതാ. പക്ഷെ ആ സമയത്ത് ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇല്ലെങ്കിൽ അപ്പം തന്നെ നീ എൻ്റെ സ്വന്തമായേനെ. നീ തിരിച്ചെത്തിയിട്ടും ഞാൻ കുറച്ചൊക്കെ നിന്റെ അടുത്ത് വെറുതെ തമാശയ്ക്ക് നിന്നെ ദേഷ്യം പിടിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തതാ. അത് ഇത്രത്തോളമൊക്കെ ആണെന്ന് വിചാരിച്ചില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരുപാട്. ഞാൻ ഇതെന്താ പറയാ, ഇത് പിടിക്കേ ഒരു മിനിറ്റ്. വലിയ ഭരണി, എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള നിമിഷങ്ങളിൽ നീ എൻ്റെ കൂടെ ഉണ്ടാകും. ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല. വലിയ മാറുമേ. Thank you. Thank you. I love you. I love you so much. I love you too. ജിമ്മി, അവിടെ നിൽക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവിടെ നിൽക്കണേ. കർത്താവേ, ഇങ്ങേർക്ക് എന്താ പറയാനുള്ളത്? ഞാനൊന്ന് പറയട്ടെ. ഇവിടെ ഇപ്പൊന്നെ ജിമ്മി, നിനക്ക് എന്നെ അങ്ങ് കെട്ടിക്കൂട്ടറി. നീ എന്നെ കെട്ടുവോ? എന്താണ്? നിന്റെ സ്വഭാവം വെച്ച് ഒന്ന് മാറി പറഞ്ഞതാടി. എടി പെണ്ണെ, എന്നെ കെട്ടിയോളായി എൻ്റെ വീട്ടിലേക്ക് വരാവോ? വലിയ നേരം. Yes, I will marry you.
നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഇത് എവിടെ പോയി കിടക്കും? ഇച്ചായ ഒരു മാലാഖയെ പോലെ ഉണ്ടല്ലോ അവളെ കാണാൻ. നീ എന്താ പെണ്ണെ വിളിച്ചേ? ഒന്നും കൂടെ ഒന്ന് വിളിക്ക് പെണ്ണെ. ഇച്ചായ എന്ത് കാണിക്കുന്നു വീട്ടിൽ? ആടെ നിനക്കടി പെണ്ണെ, വീടാൻ വേണ്ടിയിട്ടല്ല നിന്നെ കെട്ടിക്കൊണ്ട് വന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലെന്ന് അറിയാം. എന്നാലും എല്ലാ വിധിയോടും കൂടി കെട്ടിക്കൊടുന്ന പെണ്ണിൻ്റെ ഒപ്പമുള്ള ഫസ്റ്റ് നൈറ്റ് അത്. ഇത് ഞാനങ്ങനെ വീട്ടിൽ കളയുമോ? ഇത് ഏതാ ഈ ടൈമിംഗ് ഇല്ലാത്ത വ്യക്തി? ആരാ? ഇതെന്താ ഇവിടെ? അയ്യോ, ഡാഡിയുടെ മാലാക്കുട്ടി എന്താ ഇവിടെ? ഗ്രാൻഡ്മേടും ഗ്രാൻഡ്പടപ്പല്ലേ കിടക്കാൻ പോയി, പിന്നെന്താ ഇങ്ങനെ പോകുന്നത്? ഗ്രാൻഡ്മേടും ഗ്രാൻഡ്പടൊപ്പം കിടക്കാൻ പോയത്. അപ്പൊ ഗ്രാൻഡ്മയും ഡിമ്മിയും പറഞ്ഞു ഡാഡിയുടെ മമ്മയുടെ ഒപ്പം ഞാൻ കിടന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ ഒപ്പം വന്ന് കിടന്നോളാം ഇന്ന് മുതൽ. നിങ്ങൾ രണ്ടുപേരും നടുക്ക് തന്നെ കിടക്കാൻ പറഞ്ഞു. നിങ്ങളെ ഒരുമിച്ച് ഒരുപാട് പ്രാവശ്യം കിടന്നില്ലേ, ഇനി കിടക്കണ്ടെന്ന് പറഞ്ഞു ഗ്രാൻഡ്മ. അതെന്താ അങ്ങനെ? അങ്ങനെ പറഞ്ഞത് ഗ്രാൻഡ്മ ചുമ്മാ പറഞ്ഞതാ. നിങ്ങളത് കാര്യമാക്കണ്ട. ഡാഡിയുടെ മമ്മയുടെ ഇങ്ങോട്ട് ഇപ്പൊ തന്നെ കയറി കിടന്ന് ഉറങ്ങിക്കോ. നീ ചിരിക്കണ്ട, നീയും പോയി കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ പിന്നെ എടുത്തോളാം. മമ്മ തിന്നി രണ്ടാൾക്കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് എന്റെ ഫസ്റ്റ് നൈറ്റ്. എന്താണ് എന്റെ ബ്രോയ്ക്ക് പണി കൊടുത്തല്ലേ മമ്മീനെയും കൂടി? ആ, മമ്മി ഞാനും മാത്രമല്ല, ഡയാനി ഉണ്ട് അതിൽ. ആ, എന്തായാലും എന്റെ ഫസ്റ്റ് നൈറ്റ് ഞാൻ കൊളാക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അങ്ങ് തുടങ്ങിയാലോ? ചുമ്മാ ഇരിക്കെ. ചുമ്മാ ഇരിക്കാനാണോടി നിന്നെ ഞാൻ കെട്ടിക്കൊണ്ട് വന്നത്? നാളെ കുടുംബൊക്കെ അറിയാം നിനക്ക്. ഒന്ന് പോയി ചായ. ഡാഡാ, പാവ ആരെ പോലെ ഇരിക്കുന്നു കാണാൻ? എന്നെ പോലെയാ? അറിയില്ല വാവയെ, കുറച്ചും കൂടി കഴിഞ്ഞാല് നമുക്ക് വാവയുടെ ശരിക്കുള്ള ചായ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. മമ്മയുടെ റിച്ചുമോളെ പോലെ തന്നെയായിരിക്കും റിച്ചുമോളുടെ ഭാവിയും വളരാൻ പോകുന്നത്. വാവ വേഗം വളർന്നിട്ട് വേണം റിച്ചുട്ടിക്ക് വാവയുടെ ഒപ്പം കളിക്കാൻ. അതെ, വേഗം വളരട്ടെ വാവ. ഡയാന, താങ്ക്സ് ഫോർ കമ്മിങ് മൈ ലൈഫ്. ഞാനല്ലേ നന്ദി പറയേണ്ടത്? അനാഥയായി എനിക്ക് ഇത്ര വലിയൊരു കുടുംബം തന്നതിന്, ഇത്രയും സന്തോഷം തന്നതിന്. ഐ ലവ് യു സോ മച്ച്. റിച്ചുട്ടി മമ്മേനെ ഡാഡി